വെടിനിർത്തൽ കരാറിന്റെ വിവരം പുറത്തു വന്നതിന് തൊട്ടുപുറകെ ഇന്ത്യയുടെ നിലപാട് നമ്മളിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ഈ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് പുലർച്ചെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സിന്ധൂരി, ഇന്ത്യ അടക്കം ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. കാരണം നമുക്കറിയാം, ഈ ഹോർമൂസ് കടലിടുക്ക് വളരെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്. കാരണം ഹോർമൂസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാൻ ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ കൂടിയുള്ള ചരക്ക് നീക്കം നമുക്കറിയാം, നേരത്തെ 3-4 കപ്പലുകളൊക്കെയാണ് ഇടയ്ക്കൊക്കെ ഉള്ള അനുമതി ലഭിക്കുന്നതും ഇന്ത്യയിലേക്ക് ഈ പാചകവാതകവും പെട്രോളിയവും അടക്കം എത്തിക്കാനുമൊക്കെ അങ്ങനെ മാത്രമായിരുന്നു സാധിച്ചിരുന്നത്. ഹോർമൂസ് അടച്ച ദിവസം മുതൽ വളരെ വലിയ തോതിലുള്ള ഇന്ധന പ്രതിസന്ധിയും പാചകവാതക പ്രതിസന്ധിയും ഒക്കെയാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് വളരെ വലിയൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിരുന്ന സാഹചര്യമുണ്ട്. ഇനിയും തുടർന്നു പോയാൽ ഇറാൻ സംഘർഷം തുടർന്നു പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് ഇന്ത്യയെ ഇനിയും ഏറ്റവും ഗുരുതരമായിട്ട് ബാധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെടിനിർത്തൽ എന്തായാലും ഇന്ത്യക്കും ഏറ്റവും വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. വെടിനിർത്തലിലുപരി ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം 2 ആഴ്ചക്കാലം സുഗമമായിട്ട് നടന്നു പോകാനായിട്ടുള്ള അനുമതി അത് ഇറാൻ നൽകുന്നത് വളരെ വലിയ തോതിൽ ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നതും സിന്ധൂരി. ശരി.